എൻ്റെ പേര് ആൻ്റണി റജിൻ പാലത്തിങ്കൽ. ഞാനിപ്പം CLCയുടെ രൂപത പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ ഇപ്പം MSc ഫൈനൽ ഇയർ ആണ്. അപ്പോൾ എനിക്ക് ഈശോയായിട്ടുള്ള അടുത്ത അനുഭവം പറയാനായിട്ടൊരു അവസരം എന്നെ തേടി എത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ മറുത്തൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം പല രീതിയിലും എനിക്കിപ്പം പല പ്രശ്നങ്ങളിൽ കൂടെ പോകുമ്പോഴായാലും എൻ്റെ കുറവുകൾ ഉണ്ടായിരുന്നപ്പോഴായാലും എന്നോട് ചേർന്ന് നിന്ന് എന്നെ കൈപ്പിടിച്ച് നീ വാടാ മോനെ നമുക്ക് നോക്കാം, നമുക്ക് കാര്യം ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും പ്രചോദനത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നെ പലവട്ടം. ഞാനിങ്ങനെ ശാന്തമായിട്ട് അവിടെ പള്ളിയിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും. ഇടയ്ക്ക് നമ്മൾ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ പോയി ദേവാലയത്തിൻ്റെ മുന്നിൽ ആൾത്താരയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഞാൻ ചോദിക്കും, എന്തിനാണ് ഞാനിങ്ങനെ എന്താ പറയുക ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് നമുക്കിങ്ങനെ വിഷമം തന്നുകൊണ്ടിരിക്കുന്നു, എന്തിനെന്നെ ഈ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നു, എന്തിനാണ് ഞാനിങ്ങനെ എന്നുള്ള രീതിയിൽ പലവട്ടം ചിന്തിക്കുമ്പോഴും കർത്താവ് ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചു. അപ്പം എന്നോട് കർത്താവ് വന്നിട്ട് ഒരു ദിവസം കിടക്കുമ്പോൾ ഉറങ്ങുമ്പോഴൊക്കെ ആയാലും അല്ലെങ്കിൽ അങ്ങനെ സ്വപ്നത്തിലൊക്കെ വന്നിട്ട് പറയുന്ന പോലെയാണ്, എടാ നിനക്ക് ഇങ്ങനെ അവസരം വരുമ്പോൾ നിന്നേക്കാളും കഷ്ടപ്പെട്ട് പല ആൾക്കാരും ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നിന്റെ കഷ്ടപ്പാടിനേക്കാളും കഷ്ടപ്പെട്ട് നിൽക്കുന്നവർ ഇത്ര സന്തോഷിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഒരു കഷ്ടപ്പാടിൽ അതിനെ തരണം ചെയ്ത് ജീവിക്കുവാനും മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കാനും പറ്റും. അപ്പോൾ നീ നിന്റെ കുറവുകളെ നോക്കി നിൽക്കാതെ നീ അവിടെ ചെന്ന് മറ്റുള്ളവർക്ക് സേവനം അനുഷ്ഠിക്കാനും മറ്റുള്ളവരെ എന്താ പറയുക ഉയർത്തിക്കൊണ്ടുവരാനും അവർക്ക് ഇതുപോലെ കഷ്ടപ്പാടുണ്ടാകുമ്പോൾ നമ്മൾ അവരെ ചെന്ന് സഹായിക്കുവാനും എന്നെ ഇറക്കി വിട്ടു. അങ്ങനെയാണ് ഞാൻ ഈ CLCയിലേക്ക് എത്തിപ്പെട്ടത്. CLCയിലേക്ക് വന്ന് അവരുടെ കൂടെ എനിക്ക് നല്ലൊരു ഗ്രൂപ്പിനെ കിട്ടി. അവർ എനിക്ക് എല്ലാ രീതിയിലും നല്ല സേവനങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്ത് എനിക്ക് സഹായം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കൂടെ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പ്രസംഗിക്കാനൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം സ്റ്റേജിൽ പോയി ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല, കാലും കൈയൊക്കെ വിറച്ചിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ആ നേരത്തെ എനിക്ക് എന്തൊക്കെയോ എൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ഒരു ടെൻഷൻ, എന്താ പറഞ്ഞ ഒരു പിടുത്തില്ല. അപ്പോൾ അവിടെ ഉള്ളവർ പറയുന്നുണ്ട്, നന്നായിട്ട് പറഞ്ഞു കേട്ടോ, ഒരു പേടിയില്ല, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് പറഞ്ഞതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ വരാൻ വഴിയില്ല എന്നുള്ള രീതിയിലാണ് നിന്നിരുന്നത്. അപ്പോഴാണ് മനസ്സിലായേ, ഓക്കെ എൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു, ഞാനല്ല, എൻ്റെ കൂടെ കർത്താവാണ് അവിടെ നിന്ന് പ്രസംഗിച്ചത് എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ കൂടെ കർത്താവ് എന്നെ കൈ പിടിച്ച് നടത്തിയതുപോലെ നിങ്ങൾ കർത്താവിനോട് നിങ്ങളുടെ ഭാരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെ കർത്താവിന് കൈ കൊടുക്കുക. അപ്പോൾ കർത്താവ് നിങ്ങളെ കൈ പിടിച്ച് താങ്ങി നടക്കും, എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാത്തിലും വിജയം മാത്രമേ നടക്കൂ. എല്ലാ വിഷമഘട്ടത്തിലൂടെയും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കർത്താവ് കൂടെ നടക്കാനായിട്ട് അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.